ഷിജോ വെട്ടിക്കുഴയാണ് ഇന്ന് പ്രസ് സ്റ്റോപ്പിൽ പത്രവാർത്തകളുമായി ഉള്ളത്. ഷിജോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. ബജറ്റ് വിശേഷമായിരിക്കുമല്ലേ പ്രധാനം? തീർച്ചയായും ബജറ്റിന്റെ റിപ്പോർട്ടുകളാണ് ഇന്ന് പ്രധാനമായും പത്രങ്ങളിൽ കാണാൻ കഴിയുന്നത്. മലയാള മനോരമയിൽ നിന്ന് തന്നെ ഇന്ന് നമുക്ക് തുടങ്ങാം. ബജറ്റിന്റെ വാർത്തകൾക്ക് വലിയ പ്രാധാന്യം ഉൾപേജിലും മുൻപേജിലും എല്ലാം മലയാള മനോരമ നൽകുന്നത് കാണാം. ആദ്യത്തെ റിപ്പോർട്ട് തന്നെ എടുത്ത് പരിശോധിക്കുമ്പോൾ കേരളത്തിന് ബജറ്റിൽ ഉണ്ടായ അവഗണനയെ എടുത്തു കാട്ടുന്ന റിപ്പോർട്ട് മലയാള മനോരമ നൽകുകയാണ്. അതിന് തലക്കെട്ട് നൽകിയിരിക്കുന്നത് കേരളത്തിന് തേങ്ങൽ എന്നാണ്. ഒന്നുകൂടി നോക്കിയാൽ കേരളത്തിന് തേങ്ങ എന്നാണ് മനോരമ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകും. കേരളത്തിന് തേങ്ങൽ എന്നതിലെ തേങ്ങലിൻ്റെ ഒരു മങ്ങൽ നൽകിക്കൊണ്ടാണ് മനോരമ നൽകിയിരിക്കുന്നത്. കേരളത്തിന് ഒരു തേങ്ങയും കിട്ടിയില്ല എന്ന് ഈ തലക്കെട്ടിലൂടെ മലയാള മനോരമ ദ്യോതിപ്പിക്കുന്നുവെന്ന് മനസ്സിലാക്കണം. ഉന്നയിച്ച 29 ആവശ്യങ്ങളും കേന്ദ്ര ബജറ്റിൽ പരിഗണിച്ചില്ല എന്നാണ് ഈ റിപ്പോർട്ടിൽ മലയാള മനോരമ പറയുന്നത്. തിരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയെങ്കിലും കേന്ദ്ര ബജറ്റിൽ പ്രത്യേക പദ്ധതികൾ ഉണ്ടാകുമെന്നും പ്രതീക്ഷിച്ച് കേരളത്തിന് കടുത്ത നിരാശ എന്നാണ് മലയാള മനോരമ ഈ റിപ്പോർട്ടിൽ പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും VD സതീശിൻ്റെയും ഒക്കെ പ്രതികരണങ്ങളും ഇതോടൊപ്പം ചേർത്ത് വയ്ക്കുന്നുണ്ട്. മുൻപേജിൽ തന്നെ ഈ റിപ്പോർട്ടിനൊപ്പം തന്നെ ഒരു കാരിക്കേച്ചറും വാരഫലവും നൽകുന്നു. ബൈജുവിൻ്റെ കാരിക്കേച്ചർ, അതും സുരേഷ് ഗോപിയെയും BJP സംസ്ഥാന നേതൃത്വത്തെയും ബജറ്റുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പരിഹസിക്കുന്ന ഒരു കാരിക്കേച്ചറാണ് ഇന്ന് മലയാള മനോരമയ്ക്ക് മുൻപേജിൽ പ്രത്യക്ഷപ്പെടുന്നത്. മനോരമയ്ക്ക് അവരുടെ ബാനറിന് കീഴിൽ 2 പ്രധാന പേജുകളാണുള്ളത്. ഇതിൽ മറ്റൊരു പേജിൽ ആത്മനിർഭർ കേരളം എന്ന തലക്കെട്ട് നൽകിക്കൊണ്ടുള്ള പേജാണ് ഇത്. ഇതിൽ ബജറ്റുമായി ബന്ധപ്പെട്ട പൊതുവെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുകയാണ്. കേരളത്തിന് കിട്ടിയത് കടലാമ പ്രജനന കേന്ദ്രങ്ങളിലൂടെ വിനോദസഞ്ചാര പദ്ധതിയും റെയർ എർത്ത് കൊറിഡോറും തേങ്ങ, കശുവണ്ടി, കൊക്കോ ഉൽപാദന വർധനയ്ക്കുള്ള പദ്ധതിയിലും പ്രതീക്ഷ എന്നാണ് മലയാള മനോരമ പറയുന്നത്. മറ്റ് പൊതുവായിട്ട് രാജ്യത്ത് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട പദ്ധതികളൊക്കെ ഈ പേജിൽ പറയുന്നുണ്ട്. രാജ്യത്തെ 7 ഹൈസ്പീഡ് റെയിൽ ഇടനാഴികൾ എന്നതടക്കമുള്ള പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളാണ് മനോരമ നൽകുന്നത്. മാതൃഭൂമിയുടെ മുൻപേജിലേക്ക് എത്തുമ്പോഴും എടുത്തു കാട്ടപ്പെടുന്നത് കേരളത്തോടുള്ള കടുത്ത അവഗണനയാണ്. കേരളത്തിന് ആമജീവിതം എന്നാണ് മാതൃഭൂമി തലക്കെട്ട് നൽകിയിരിക്കുന്നത്. ചോദിച്ചതൊന്നും കിട്ടാതെ കേരളം അതിവേഗ റെയിലും എയിംസും ദേശീയ ജലപാതയും ഇല്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നത്. ആകെ കിട്ടിയത് കടലാമ പ്രജനന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാര പദ്ധതി, അപൂർവ ധാതു ഇടനാഴി എന്നിവ മാത്രമാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കേന്ദ്രത്തിൻ്റെ സമീപനം പകപോക്കലാണ് എന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രതികരണവും കേരളത്തെ പരിഹസിക്കലാണെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശിൻ്റെ പ്രതികരണവും ഈ റിപ്പോർട്ടുകൾക്കൊപ്പം മാതൃഭൂമി മുൻപേജിൽ നൽകുന്നുണ്ട്. മാധ്യമത്തിൻ്റെ മുൻപേജിലേക്ക് എത്തുമ്പോഴും ഇതേ ആംഗിളിൽ തന്നെയാണ് ഈ വാർത്തയെ സമീപിക്കുന്നത്. കേരളത്തിന് കരയാമേ എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് മാധ്യമം മുൻപേജിൽ വാർത്ത നൽകുകയാണ്. അതിന് തലക്കെട്ട് നൽകിയിരിക്കുന്നത് തന്നെ രസകരമാണ്. കേരളത്തിന് കരയാമേ എന്ന തലക്കെട്ടിൽ ആമപരിചരണ കേന്ദ്രവും ധാതു ഖനന ഇടനാഴിയും മാത്രമാണ് എന്നും പറയുന്നു. വലിയൊരു കാരിക്കേച്ചർ നൽകുന്നുണ്ട്. ഈ കാരിക്കേച്ചറിലും അതിവേഗ റെയിലും സുരേഷ് ഗോപിയും ഒക്കെ ഈ ആമയ്ക്കും ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനും ഒപ്പം ഇടം പിടിക്കുന്നുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. പ്രതികരണം മുഖ്യമന്ത്രിയുടെ അടക്കം നൽകുന്നുമുണ്ട് മാധ്യമം മുൻപേജിൽ. ദേശാഭിമാനി എത്തുമ്പോൾ ദേശാഭിമാനി കേന്ദ്ര പകയിൽ കേരളം മാപ്പിലില്ല എന്നാണ് വാർത്തയിൽ പറയുന്നത്. അതിൽ മാപ്പിലില്ല എന്നുള്ളത് മാപ്പില്ല എന്നും വായിക്കാൻ കഴിയും വിധത്തിലാണ് ഇന്ന് ക്രമീകരിച്ചിരിക്കുന്നത് ദേശാഭിമാനി. മറ്റ് വിശദാംശങ്ങളൊക്കെ തന്നെ ഇതിൽ നൽകുന്നുണ്ട്. അതിൽ പിണറായി വിജയൻ്റെ പ്രതികരണം, മറക്കരുത് ഭൂപടത്തിൽ കേരളവുമുണ്ട് എന്ന പ്രതികരണവും മുൻപേജിൽ നൽകുന്നുണ്ട്. വിശദമായി തന്നെ ബജറ്റുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ദേശാഭിമാനി 2 പേജുകളിലായി നൽകുന്നുണ്ട്. ദേശാഭിമാനിയുടെ ബാനറിന് കീഴിൽ 2 പേജുകളുണ്ട്. ഇന്ന് നീതികേടിൻ്റെ കണക്ക് പുസ്തകം എന്നാണ് മറ്റൊരു പേജിൽ ദേശാഭിമാനി ഈ ബജറ്റിനെ വിലയിരുത്തുന്നത്. ജനദ്രോഹത്തിന്റെ തനി ആവർത്തനമാണ് ഈ ബജറ്റ് എന്നും ദേശാഭിമാനി വിമർശിക്കുന്നുണ്ട്. 36.5 ലക്ഷം കോടി രൂപ വരുമാനവും 53.57 ലക്ഷം കോടി ചെലവുമാണ് ബജറ്റിൽ പ്രതീക്ഷ എന്നിങ്ങനെയുള്ള പൊതുവായ വിശദാംശങ്ങളും കടബാധ്യത GDP-യുടെ 55.6% എന്നും ദേശാഭിമാനി കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ എടുത്തുകാട്ടുന്നുണ്ട്. അതേസമയം ജന്മഭൂമിയിലേക്ക് എത്തുമ്പോൾ ജന്മഭൂമിക്ക് സമഗ്രവും സന്തുലിതവുമായ ബജറ്റാണ് ഇത്. വികസിത ഭാരതത്തിലേക്കുള്ള ബജറ്റാണ് ഇത് എന്നും ജന്മഭൂമി വിലയിരുത്തുകയാണ്. ഭാവി ലക്ഷ്യമിട്ടുള്ള ബജറ്റാണ് ഇത് എന്ന പ്രധാനമന്ത്രിയുടെ പ്രതികരണവും ജന്മഭൂമി എടുത്തുകാട്ടുന്നുണ്ട്. കേരള കൗമുദിക്കും ഭാവി ഭാരതത്തിനുള്ള ബജറ്റാണ് ഇത്, വികസിത ഇന്ത്യക്ക് നിലമൊരുക്കുന്ന ബജറ്റ് എന്ന പ്രധാനമന്ത്രിയുടെ പ്രതികരണമടക്കം ഉയർത്തിക്കാട്ടുന്നുണ്ട്. നികുതി നിയമങ്ങളിലെ പരിഷ്കാരം
അടക്കമുള്ള വിശദാംശങ്ങളും ഈ റിപ്പോർട്ടിൽ നൽകുന്നുണ്ട്. അതേസമയം തന്നെ ഇതോടൊപ്പം തന്നെ കേരളം ഏറെ പ്രതീക്ഷിച്ചു. നിരാശയാണ് സമ്മാനം എന്ന തലക്കെട്ടിൽ കേന്ദ്രത്തോടുള്ള അവഗണനയും കേരള കൗമുദി ഇതോടൊപ്പം ചേർത്ത് വെക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മംഗളത്തിന്റെ മുൻപേജ് എത്തുമ്പോഴും കേരളത്തിന് കഞ്ഞി കുമ്പിളിൽ തന്നെ എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് ബജറ്റിലെ കേന്ദ്രത്തിന്റെ കേരളത്തോടുള്ള അവഗണന പ്രധാനപ്പെട്ട റിപ്പോർട്ടായി മാറുന്നു. ഉൾപേജുകളിലേക്ക് എത്തുമ്പോൾ ഉൾപേജുകളിൽ വിശദമായി തന്നെ മലയാള പത്രങ്ങൾ ബജറ്റിനെ വിശകലനം ചെയ്യുന്നുണ്ട്. അതിൽ മലയാള മനോരമയുടെ ഉൾപേജിലേക്ക് എത്തുമ്പോൾ കാണാൻ കഴിയുന്ന വിശദാംശങ്ങളിൽ ഒന്ന് അതിവേഗ റെയിലുമായി ബന്ധപ്പെട്ട ഒന്നാണ്. അതിവേഗ റെയിൽ കേരളത്തിനുള്ള പാതയേത് ഇന്ന് ഉത്തരം പറയുമെന്ന ഇന്നലത്തെ റെയിൽവേ മന്ത്രിയുടെ പ്രതികരണം കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കാരണം കേരളം ഈ ബജറ്റിൽ അതിവേഗ റെയിൽ പാതയുമായി ബന്ധപ്പെട്ട് അതിവേഗ റെയിലുമായി ബന്ധപ്പെട്ട് വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നു. ഇതോട് അനുബന്ധിച്ചാണ് ഈ ശ്രീധരൻ്റെ പ്രഖ്യാപനങ്ങളെ കൂടി വായിക്കേണ്ടത്. ഈ ശ്രീധരൻ കേരളത്തിൽ അതിവേഗ റെയിൽ പാതാ പദ്ധതി അതിൻ്റെ DPR തയ്യാറാക്കാൻ പോകുന്നു. കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു ദൗത്യം ഏൽപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ബജറ്റിൽ അത്തരത്തിൽ ഏതെങ്കിലും പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇത് നൽകുന്നത് മലയാള മനോരമ. അതേസമയം അതിവേഗ പാത നടപ്പാകും എന്ന ശ്രീധരൻ്റെ പ്രതികരണവും മനോരമ ഇതോടൊപ്പം നൽകുന്നുണ്ട്. മാതൃഭൂമിയുടെ ഉൾപേജിലേക്ക് എത്തുമ്പോൾ 4-ാം പേജിൽ മാതൃഭൂമി ബജറ്റുമായി ബന്ധപ്പെട്ട് നൽകുന്ന ഒരു റിപ്പോർട്ടുണ്ട്. അത് കടലാമയെ കൊണ്ട് രണ്ടുണ്ട് ഗുണം എന്ന തലക്കെട്ട് നൽകിക്കൊണ്ടാണ്. ചെമ്മീൻ കയറ്റുമതി സുഗമമാകും, വിനോദസഞ്ചാരം വളരും എന്നിങ്ങനെ പോകുന്നു ഈ വാർത്തയുടെ ഉള്ളടക്കം. രസകരമാണ് ഈ റിപ്പോർട്ട് വായിച്ചാൽ. കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച കടലാമ സംരക്ഷണ കേന്ദ്രം ലഭിക്കുകയാണെങ്കിൽ സംസ്ഥാനത്തിന് 2 തരത്തിൽ നേട്ടമാകുമെന്നാണ് മാതൃഭൂമി കാണുന്നത്. അമേരിക്ക ഉൾപ്പെടെയുള്ള വികസിത രാജ്യങ്ങൾ ചെമ്മീൻ കയറ്റുമതിയിൽ കാണിക്കുന്ന വിമുഖത മാറുമെന്നാണ് മാതൃഭൂമി പറയുന്നത്. ഇത് കേരളത്തിലേക്ക് കൂടുതൽ വിദേശ നാണ്യം എത്തിക്കും. 2019 മുതൽ കടലാമകളെ സംരക്ഷിക്കുന്നില്ല എന്നതിൻ്റെ പേരിൽ കേരളത്തിൽ നിന്നുള്ള ചെമ്മീൻ അമേരിക്ക വിലക്കുന്നുണ്ട്. ചെമ്മീൻ വലയിൽ കുടുങ്ങി കടലാമകൾക്ക് നാശമുണ്ടാകുമെന്നായിരുന്നു ആരോപണം. ഇതൊഴിവാക്കാൻ ടെഡ് വല ഉപയോഗിക്കണമെന്നും US നിഷ്കർഷിച്ചിരുന്നു. എന്നാൽ അത്തരം വലകളിലൂടെ മത്സ്യം രക്ഷപ്പെടുമെന്ന് വാദിച്ച് മത്സ്യത്തൊഴിലാളികൾ എതിർത്തിരുന്നു എന്നിങ്ങനെ പോവുകയാണ് റിപ്പോർട്ട്. അതായത് കടലാമയെ സംരക്ഷിക്കുന്നതുകൊണ്ട് കേരളത്തിന് ഗുണമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് ഈ റിപ്പോർട്ടിൽ മാതൃഭൂമി പറഞ്ഞു വെക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇവിടെ ഒന്നും കിട്ടിയില്ല എന്ന തലക്കെട്ടിൽ ബജറ്റുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ പ്രതീക്ഷകൾ സാധൂകരിക്കപ്പെടാത്ത സാഹചര്യത്തിൽ BJP നേതൃത്വം വെട്ടിലായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടും നൽകുന്നുണ്ട്. സംസ്ഥാനത്തിന് വട്ടപൂജ്യം ഉത്തരമുട്ടി കേരള BJP എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നതാണ്. ഇതൊക്കെയാണ് പ്രധാനമായും ബജറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് മലയാള പത്രങ്ങളുടെ മുൻപേജിലും ഉൾപേജുകളിലും വരുന്ന വാർത്തകൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. സേതുലക്ഷ്മി.